അസ്സലാമലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ നാസർമോനുണ്ട്. ഇന്ന് മണ്ണാർക്കാട് തച്ചമ്പാറയിലുള്ള കല്ലടിക്കോട് നമ്മുടെ റീദ ഫാത്തിമ എന്ന കുട്ടി അടക്കം 4 മക്കള് ലോറി അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. ആദ്യത്തെ മോളെ വീടിന്റെ പകുതി പണിയെന്നുള്ളൂ, അത് ഞങ്ങൾ പൂർത്തീകരിച്ചു. രണ്ടാമത്തെ റിയദ മോളെ വീട് വർക്കാണ്. ഇവിടെ നിന്ന് കോൺക്രീറ്റ് ആയിരുന്നു, വാർപ്പ് ഇട്ട് കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോൾ അവിടേക്ക് ഒരു വർഷം 10 ദിവസമായി മോള് മരിച്ചിട്ട്, മക്കള് 4 ആളും മരിച്ചിട്ട്. പക്ഷേ അവളെ ആഗ്രഹിക്കുന്നു സ്വന്തമായിട്ടൊരു വീട്. കാരണം അവളെ മയ്യത്ത് സ്വന്തം വാടക വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. വാടക മുകളിലെ റൂമിലായിരുന്നു അവർ താമസം. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇവിടെ മഴ ആയതുകൊണ്ട് വർക്ക് പൂർത്തീകരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. വണ്ടി അറിയുന്നില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഈ ഭൂമി ഞങ്ങൾക്ക് തന്നത് ഇവിടുത്തെ അബ്ദുറഹ്മാൻകാരനെ, നമ്മളെ മില്ലിലെ മരമില്ലിന്റെ ഉടമസ്ഥനായ കരിമ്പൻ അബ്ദുറഹ്മാൻ അജിയാറിനെ, ആ വലിയ മനുഷ്യനെയാണ് 3 സെന്റ് തന്നത്. പിന്നെ 2 സെന്റ് ഞങ്ങളെ മണിക്കാറിനെ, ഇവിടുത്തെ മുൻ മെമ്പറിലെ കല്ലാങ്കുഴി മെമ്പറായ മണിക്കാണ്, ചൂരിയോട് മെമ്പറാണ്. ഞങ്ങൾക്ക് 2 സെന്റ്, അങ്ങനെ 5 സെന്റ് സ്ഥലമായിരുന്നു. വീട് നിർമ്മാണത്തിന് ബഹുമാനപ്പെട്ട കുറ്റൂർ അബ്ദുറഹ്മാൻ അജി വനിയാസ് സ്പീക്കിന്റെ ഉടമസ്ഥന് ഒരുപാട് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഞങ്ങൾ ആജിക്ക, അതേമാതിരി ഞങ്ങളെ പെരിന്തൽമണ്ണുള്ള ഓടമല അബ്ദുവജിയാറിനെ മനുഷ്യസ്നേഹി, ഒരുപാട് പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആളാണ് ഓടമല അബ്ദുവജി. അതേമാതിരി എൻ്റെ ഏട്ടന് അലി മൊയ്തീൻ, പിന്നെ ഞങ്ങളെ സേബ് മണ്ണാർക്കാട്, പിന്നെ തിരുവനന്തപുരത്തുള്ള ഞങ്ങളെ കൊല്ലം രാജധാനി ജ്വല്ലറി ഷാജാൻ ഖാനെ കൂടെയുള്ള ഞങ്ങളെ കൂടപ്പറപ്പ്, പിന്നെ ഞങ്ങളെ KC കുഞ്ഞുട്ടിക്ക, പിന്നെ ഞങ്ങളെ വാപ്പുക്ക, അലിഫ് ഹൈപ്പർ മാർക്കറ്റ്, അങ്ങനെ കുറേ ആളുകൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്ത് ഞങ്ങൾ അഷ്റഫ് പാണ്ടിക്കാടാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ദിവസം തന്നെ തേപ്പ് തുടങ്ങണം. ഇന്ന് വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൂ, അത് കഴിഞ്ഞാൽ തേപ്പ്. അതേമാതിരി ഞങ്ങളെ ഇതിലേക്ക് സഹായിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ മങ്കടിയിലുള്ള സലാംക്ക ഉണ്ട്, PT സലാംഖാന്റെ സഹായങ്ങളും ഇതിലേക്കുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് അദ്ദേഹത്തോട് പറയണം. അങ്ങനെ കുറേ നല്ല മനുഷ്യരുടെ സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക്. അവരൊക്കെ സഹായിക്കുന്ന, ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ആളുകളാണ്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പിന്നെ ഇതിലെ കോൺട്രാക്ടർ ഇദ്ദേഹമാണ്, കുഞ്ഞുട്ടി. മാക്സിമം പണി വർക്ക് മൂക്കള വക ഫ്രീ ആയിരുന്നു. പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇൻഷാ അല്ലാഹ് വയറിങ്, പിന്നെ ഇബ്രാഹിം കുട്ടി, എന്റെ കുട്ടിയുടെ കട എവിടെ? സൈറ്റ് വർക്ക് എടുക്കുന്ന ആളാണ്, ഓനാണ് വയറിങ് ഏറ്റിട്ടുള്ളത്. ഇങ്ങനെ ഒരു വയറിങ് നടത്തി കൊടുക്കാന്നുള്ള മനസ്സ് വന്ന എങ്ങനെയാ? ഞങ്ങളൊരു ടീമുണ്ട് കല്ലടിക്കോട്, ഗവൺമെന്റ് ഒരു കൂട്ടായ്മ. അപ്പൊ ഞങ്ങൾ ഇതേ കുറെ വീടുകൾ ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്ത്. ഇങ്ങനെയുള്ള പാവപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച അല്ലേ? എത്ര ആളുണ്ട് നമ്മുടെ ടീമിലാണ്? ഞങ്ങളുടെ ടീമിലൊരു ഏകദേശം 30 ആളുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പല ഭാഗത്തായി, എന്നാലും 25 ആള് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് പ്രശ്നം സ്വീകരിക്കട്ടെ കുട്ടികളെ ഈ പ്രവർത്തനങ്ങൾ അല്ലേ? ഇത് ഞങ്ങളെ കൽപ്പഞ്ചേരിയുള്ള കാക്കയാണ്, സുലൈമാൻ സാഹിബാണ്. പാറക്കാടന് മുപ്പാള് കുട്ടികളെ വിവാഹം നടത്തി കൊടുക്കുക, ഭൂമി കച്ചവടം നടത്തി കൊടുക്കുക, റാഡ വാച്ച്, റോളക്സ് വാച്ചൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പം ഇന്ന് ഞങ്ങളെ കൂടെ പോകുന്നതാണ്. ഇതാണ് നമ്മൾ റിദാമോളെ ഇപ്പ റഫീഖ് സാഹിബിനെ ഞാൻ ഉംറക്ക് കൊണ്ടുപോയിന്ന്, പിന്നെ കമീസ് മുസൈത്തിലും ജിദ്ദിയിലൊക്കെ. പക്ഷെ ഞങ്ങൾ അത്രയും ഭക്ഷണത്തിലിരിക്കുമ്പോൾ ഞങ്ങളെ പഠിച്ചവന്മാർ വന്ന് നമ്മളൊന്നും മറക്കില്ല. നാസർമാനിക്ക് ടീം എല്ലാവരും ഞങ്ങൾക്കൊരു വീട് നിർമ്മിച്ച് അതിൻ്റെ വാർപ്പായി. എത്ര നമ്മൾ ദുആ ചെയ്താലും മതി വരില്ല. അതിന് പറയാൻ വാക്കുകളൊന്നും. ഞങ്ങൾ ഉംറയ്ക്ക് കൊണ്ടുപോയി. അന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ കുറെ മനുഷ്യരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞുള്ള ദുആ, ഞങ്ങളുടെ എന്റെ കുടുംബത്തിന്റെ എന്നും ദുആ, ആസമായിക്കാർക്കും കുടുംബത്തിൽ നമുക്കൊക്കെ ഉണ്ടാകട്ടെ. എല്ലാവരും സഹായിച്ചവർക്കൊക്കെ ഉണ്ടാകട്ടെ അല്ലേ? ഇൻഷാ അല്ലാഹ് കുട്ടി ദുആയിൽ ഉൾപ്പെടുത്തെ. ആമീൻ. പിന്നെ ഞങ്ങളെ കുട്ടിക്ക വന്നിട്ടുണ്ട്, കാടാമ്പഴന്ന് ഞങ്ങളെ പ്രവാസിയാണ്. എന്താ പറയാനുള്ള കുട്ടിക്ക? പ്രത്യേകിച്ചൊന്നുമില്ല. ഈ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങിയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുള്ളൂ. അത് വിജയിക്കട്ടെ അള്ളാഹുവിൻ്റെ കൃപയുണ്ട്. പിന്നീട് ഇവരൊക്കെ കൂട്ടായ്മകളൊക്കെ വളരെ നന്നായിട്ട് എല്ലാവരും ഇതിനോട് സഹകരിക്കുന്നതിൽ അശോക്കാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അയാൾ
കാര്യം ഇവിടുത്തെ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? ഞാൻ പാണ്ടിക്കാടാണ്. എന്താ അൽഹംദുലില്ലാ കഴിഞ്ഞ ഒരു വർഷം 10 ദിവസം മുമ്പാണ് 4 വിദ്യാർത്ഥികൾ ഇതേപോലെ ഒരു പരീക്ഷാ കാലയളവിൽ പരീക്ഷ കഴിഞ്ഞുകൊണ്ട് അടുത്ത വെക്കേഷൻ സ്വപ്നം കണ്ടുകൊണ്ട് പോയിരുന്ന 4 കുട്ടികളുടെ മുകളിലേക്കാണ് ഒരു ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് വന്നത്. അത് നമ്മുടെ നാട്ടിൽ നിരവധി അപകടങ്ങൾ ഇങ്ങനെ കാണാറുണ്ട്. ഓരോ അപകടങ്ങളിൽ നിന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാകുക എന്ന് പറയുന്നതാണ്. ഇതിന്റെ വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കുട്ടിയുടെ മയ്യത്ത് അവർ താമസിക്കുന്ന വാടക വീടിന്റെ അടുത്തുള്ള മുറ്റത്താണ് ആ കുട്ടിന്റെ മയ്യത്ത് കടത്തിയിട്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആ കുടുംബത്തിന് കഴിയാത്ത അത്രയും ദയനീയ അവസ്ഥയാണ്. ഇതിങ്ങനെ കാണുമ്പോൾ 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഇതിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഓരോ കാര്യം കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ട അങ്ങനെ ഇതിൽ നമുക്ക് എന്ത് റോളുണ്ട് എന്ന് നിന്നപ്പോഴാണ് ഞാൻ നാസർ മാനാക്കൊക്കെ അപ്പം തന്നെ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളിങ്ങനെ. അപ്പം പറഞ്ഞു മാനാക്ക പറഞ്ഞു അങ്ങനെ ഒരു വിവരം ഞാനും അറിഞ്ഞു. അപ്പം അതിലിങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട്, ഒരു കുടുംബത്തിന്റെ അവസ്ഥ വളരെ ദയനീയം പ്രയാസമാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ കരിമ്പ എന്ന് പറഞ്ഞ പ്രദേശം ജീവിതത്തിൽ കാണുക കേൾക്കുക ചെയ്യാത്തൊരു പ്രദേശമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മൊബൈലിലെ മണ്ണാർക്കാടിലെ 1-2 ആളുകളെ വിളിച്ചപ്പോഴാണ് ഇവിടെ ഈ ചുറ്റുഭാഗത്തുള്ള ഒരു ഡിവൈഎഫ്ഐന്റെ റിയാസിനെ ഫസ്റ്റ് ബന്ധപ്പെടുന്നത്. അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ റിയാസ് അവിടെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. റിയാസ് ഡിവൈഎഫ്ഐക്കാരനാണെങ്കിലും ഇത് ഏറ്റവും കൃത്യമായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള നാസർ എന്ന് പറഞ്ഞ ഒരാണെന്നും അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആണെന്നും പറഞ്ഞ അദ്ദേഹത്തിന്റെ നമ്പറാണ് തരുന്നത്. അങ്ങനെയാണ് നാസറിന് MS നാസർ എന്ന് പറഞ്ഞത്. MS നാസറുമായിട്ട് ബന്ധപ്പെടുകയും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ തന്നെ ഇതൊരു ഒരു ജനു കേസാണെന്ന് ബോധ്യപ്പെടുകയും ആ വിവരങ്ങളൊക്കെ മാനോക്കാരോട് പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് വിവരങ്ങളൊന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞ് ഒരു അന്വേഷണത്തിന് ആദ്യം എന്നെ പറഞ്ഞയക്കുകയും ഞങ്ങൾ ഇവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ ഇത് ബോധ്യമാണെന്നും അവർ അർഹരാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ മാനോക്കയും ടീമും വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും അപ്പോൾ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന വീട് നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കാം, ഭൂമിക്ക് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യചിഹ്നം കാണുന്നത്. അപ്പോൾ ഈ നാട്ടിലെ പല ആളുകളോടും അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഭൂമിയിലെ ആളുകളെ കാണിച്ചു തന്നാൽ മതി എന്ന് പറയുകയും ഞങ്ങൾ ബഹുമാന്യനായ കരുമ്പനക്കല അബ്ദുറഹ്മാൻ ഹാജിന്റെ അടുത്ത് പോവുകയും അദ്ദേഹം ഒരു വിശദീകരണം ചോദിക്കാതെ അവർക്ക് വേണ്ടത് വീട് വെക്കാനൊരു ഭൂമിയാണോ എങ്കിൽ അത് ഞാൻ തരാമെന്ന് വേറെ ഒരു വർത്താനം അദ്ദേഹം ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ വളരെ വിശാല മനസ്കതയോടുകൂടി അദ്ദേഹം ഭൂമി നൽകുകയും അതിൽ അൽഹംദുലില്ലാ 1-ാം ഘട്ടം എന്നുള്ള നിലക്ക് അതിന്റെ 1-ാമത്തെ ഫ്ലോർ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് പറയാം മഴയും വെയിലും പുറത്തായി കിട്ടി 2 വാതിൽ വെച്ചാൽ അവർക്ക് സുരക്ഷിതമായി അള്ളാന്റെ ഭൂമിയിൽ താമസിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അതിന്റെ A to Z വർക്ക് പൂർത്തിയാക്കിക്കൊണ്ട് റമദാന്റെ മുമ്പായിട്ട് അവർക്ക് ഇതിൽ കയറി ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പടച്ച തമ്പുരാൻ സഹായിക്കട്ടെ. ഇതിങ്ങനെ പൂർത്തീകരിക്കാൻ ഒരുപാട് മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന മനുഷ്യന്റെ വിഷമങ്ങളെ കൂടെ നിൽക്കുന്ന മാനവക്കാരന്റെ സുഹൃത്തുക്കളായ പ്രിയപ്പെട്ട അദ്വാജി, അതേപോലെ ഒടമലക്കൽ ആചേരി, പിന്നെ കുറ്റൂർ അബ്ദുറഹ്മാനാജി അങ്ങനെ അടക്കമുള്ള ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ നിന്നപ്പോൾ ഇത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയും എല്ലാവരുടെയും സഹായം പിന്തുണ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് റമദാന്റെ മുൻപായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് പരിശുദ്ധ റമദാൻ സ്വന്തം വീട്ടിൽ നിന്ന് ആഘോഷിക്കാനുള്ള അനുഷ്ഠിക്കാനുള്ള ടീമുണ്ടല്ലോ. ഒരു ടീം കിണർ കളച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈസൽ എന്ന് പറഞ്ഞ ഒരാള് അദ്ദേഹം അതിന്റെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ വർക്ക് പ്ലംബിംഗ് വർക്ക് ഇവിടെയുള്ള സഹോദരന്മാർ ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പെയിന്റിങ് സേവ് മണ്ണാർക്കാടിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും പിന്തുണയും സഹായം ഉണ്ടായപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തിനാണ് ഇവിടെ പൂവണിയാൻ പോകുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോ ചൂരൽമല നമ്മളെല്ലാ ആളുകളുടെയും മനസ്സിൽ വിങ്ങുന്ന ഒരവസ്ഥയാണ്. അവിടെ 47 വീടിന്റെ പണി എല്ലാം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ അടിസ്ഥാന തെരുമ്പാനിലെ കല്ല് എന്നുപോലുള്ള വർക്ക് മാത്രമുള്ളത്. ഇതൊക്കെ ഇതിന് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ ബഹുമാന്യനായ നാസർക്കാണ്. മാറി സർവശക്തനായ അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും ഖൈറും ബർക്കത്തും നൽകുകയും ദീർഘായുസ്സും ആരോഗ്യം നൽകുകയും ഇതേപോലെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ നമ്മുടെ നാട്ടിലെ സമ്പത്തും ഭൂമിയൊക്കെ ഉള്ള എല്ലാ ആളുകൾക്കും ഇത്തരം പ്രവർത്തനങ്ങൾ പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ആളുകൾ കൂട്ടിവെക്കാനുള്ള അല്ല നമ്മുടെ ധനം, അത് ചെലവഴിക്കാനുള്ളതാണ്. ആവശ്യക്കാരെ തേടി കണ്ടെത്തിക്കൊണ്ട് നമ്മളെ വീട്ടിലേക്ക് വരുന്നതിന് പകരം നമ്മൾ അങ്ങോട്ട് ചെന്ന് അവർക്കിത് കൊടുത്തുകൊണ്ട് മാതൃകയാകാൻ എല്ലാവർക്കും ഈ വീഡിയോയും ഈ പ്രവർത്തനങ്ങളെല്ലാം പ്രചോദനമാകട്ടെ എന്നും ഏറ്റവും സന്തോഷത്തോടുകൂടി വയനാട്ടിലെയും ഈ വീടിന്റെ ഒക്കെ പണി പൂർത്തിയാക്കിച്ചുകൊണ്ട് ആളുകൾക്ക് കൈമാറാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ ഞങ്ങളെ കുഞ്ഞുട്ടിനെ ഞാൻ ഒരുപാട് ദേഷ്യപ്പെടാറുണ്ട്. പണി എന്താ സ്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി തിരിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയും ഈ പണിയൊക്കെ അദ്ദേഹത്തിന്റെ തറപ്പണി
പിന്നെ പൂർണ്ണമായിട്ട് അദ്ദേഹമാണ് അത് എടുത്തെന്നുള്ള സൗജന്യമായിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കുഞ്ഞുട്ടി ഒരു വലിയ റിച്ച് മാൻ ഒന്നുമല്ല. അന്ന് പണിയെടുത്താൽ കിട്ടുന്നത് മാത്രമാണ് കുഞ്ഞുട്ടിന്റെ വയറ് കുറച്ച് കൂടുതലുണ്ട്. അത് എന്നും വാർപ്പുണ്ടായതുകൊണ്ട് ബിരിയാണിയാണ്, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ കുഞ്ഞുട്ടിന്റെ നേതൃത്വത്തിലാണ് ഈ പണിയെടുക്കുന്നത്. വിശ്വസിച്ച് ഏൽപ്പിച്ച് മൂപ്പരെ നമ്മളെ ഒരു അമാനത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാവരുടെയും പിന്തുണയും സഹായത്തോടുകൂടി ഇത് പൂർത്തീകരിച്ചിട്ട് ഇനിയൊരു വീഡിയോ ഇതിന്റെ പൂർത്തീകരണത്തിന്റെ സമയത്ത് ഇൻഷാല്ലാഹ് അള്ളാഹുവിനെ തൗഫീഖ് ചെയ്യാം. ഇത് പങ്കെടുത്ത എല്ലാവർക്കും, കാരണം എല്ലാവരും അദ്രാമനാജുണ്ട്, അദ്രാമനാജുണ്ട്, ആരുപ്പേടതിന്റെ മെയിന് അല്ല അസറഫുക്ക, കുഞ്ഞിറ്റാക്ക, പിന്നെതാ അവർക്കൊക്കെ നമ്മൾ എല്ലാവർക്കും സഹായിച്ച എല്ലാവർക്കും എല്ലാം വർക്കത്ത് എഴുതി കൊടുക്കട്ടെ. ഇനി നമുക്ക് ബിരിയാണി വെച്ചാ അങ്ങനെ സംഭവം ഉണ്ടല്ലോ വാർപ്പിന് കാപ്പാട്. നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചാ? നമ്മൾ വീടിന്റെ ഉള്ളെന്ന് കാണട്ടാ. ആ ആ ആ നല്ല സൗകര്യത്തോടെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻഷാല്ലാഹ് ബെഡ്റൂമൊക്കെ അത്യാവശ്യം വലുപ്പമുണ്ട്. ബെഡ്റൂമിലൊക്കെ സെപ്പറേറ്റ് ബാത്റൂമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. അത്യാവശ്യം അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അതെ, ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇൻഷാല്ലാഹ് ഇനി ബാക്കിയുള്ള പണികൾ ചെയ്യണം. ഇൻഷാല്ലാഹ് പെട്ടെന്ന് തീരട്ടെ. ഇതിൽ കൂടെ ഇതാണ് അടുക്കള. ഇതാണ് പിന്നെ ആള് കുഴപ്പമില്ല. അപ്പൊ ഏതായാലും ഇൻഷാല്ലാഹ് നമ്മൾ ഓരോ ഓട്ടം ദിവസം ഓടുന്നുണ്ട്. ഇറങ്ങിയ കാര്യങ്ങളൊക്കെ പടച്ചം പൂർത്തീകരിച്ചിട്ടുണ്ട്. ജാതി മതം രാഷ്ട്രീയം ഒക്കെ മറന്നിട്ടുള്ള ഇങ്ങനെ ഓടി പാവങ്ങളെ സഹായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറെ തന്നെ ഏട്ടാ. അത് പറഞ്ഞാൽ തീരൂല. അത് ആസ്വദിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. കാരണം ജീവിതത്തിൽ ഇത്ര സന്തോഷം കിട്ടുന്ന കാര്യം വേറെ ഒന്നിനുണ്ടാവില്ല. ആർക്കെങ്കിലും നമ്മളെ കൊണ്ടുവരുന്ന ഒരു ചിരിയോ പുഞ്ചിരിയോ അല്ലെങ്കിൽ കയ്യുന്ന സമ്പത്തോ അല്ലെങ്കിൽ രക്തം കൊടുക്കാനോ ഒക്കെ മനസ്സ് കാണിക്കുക, ജാതി മതമൊക്കെ പറഞ്ഞ് നമ്മൾ കാട്ടിക്കൂട്ടുമ്പോൾ നമ്മളന്ന് ഒക്കെ ഇവിടെ മരിച്ചു പോകും. മുസ്ലിമോ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ പേര് നമുക്കുണ്ടെങ്കിലും മരണസമയത്ത് പിന്നെ പേര് മാറും. അപ്പോ മയ്യത്ത് ബോഡി ശവം എന്നൊക്കെയാണ് പിന്നെയുള്ള പേര്. പിന്നെ സ്വത്ത് ഇവിടെ ഉണ്ടെങ്കിൽ അതിനൊന്നും അവകാശികളൊക്കെ മാറിയെന്ന്. നമുക്ക് സ്വത്തില്ല. പേര് മയ്യത്ത് എപ്പോഴാണ് എടുക്കണത് എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ ബോഡി എപ്പോഴാണ് എടുക്കണത്, ശവം എപ്പോഴാണ് എടുക്കണത്, ഈ ചോദ്യമാണ്. അപ്പൊ അത് ഓർക്കുക. നമുക്ക് ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകില്ല, നമ്മളിത് പറയാൻ ഒന്നുമില്ല. പക്ഷെ നമ്മളിൽ പറയാനുള്ള അവകാശപ്പെടാനുള്ളത് ഇങ്ങനെ കുറെ മനുഷ്യർക്ക് നമ്മളെ തടി കൊണ്ടോ നമ്മളെ സമ്പത്തുകൊണ്ടോ നമ്മളെ ആരോഗ്യം കൊണ്ടൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാവരും നമ്മൾ ഓർക്കണമെന്നില്ല, പക്ഷെ എങ്കിലും നമ്മളെ ഓർക്കാൻ കുറെ നല്ല മനസ്സുള്ളവരുണ്ടാവും. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാവും. നമ്മൾ ദുനിയാവിൽ കൊണ്ടുപോകാനുള്ള സമ്പാദ്യം തന്നെ ഉള്ളൂ. എല്ലാവരെ കൊണ്ടും കഴിയുന്ന മാതിരി പരസ്പരം മനുഷ്യനെ സഹായിക്കാനുള്ള ശ്രമം നടത്തുക. അതുകൊണ്ട് നഷ്ടമില്ലാത്ത കച്ചവടമാണ് ഈ ഒരു ബിസിനസ്. പാവപ്പെട്ടവരെ സഹായിക്കുന്നിടത്ത് മനുഷ്യനെ സഹായിക്കുക. അതിൽ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ പാവപ്പെട്ടവന്റെ വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക. നമുക്ക് വിജയമുണ്ട്. ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും നന്ദി, താങ്ക്സ്.